തിരുവനന്തപുരം നേമത്ത് തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കാൻ ശ്രമമെന്ന ആരോപണവുമായി LDF. മദ്യമൊഴുക്കി വോട്ടേഴ്സിനെ സ്വാധീനിക്കാൻ BJP ശ്രമിക്കുന്നുവെന്ന് ആരോപണം. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഇക്കാര്യത്തിൽ ഒന്നും ചെയ്യുന്നില്ലെന്നാണ് LDFിൻ്റെ ചീഫ് ഇലക്ഷൻ ഏജന്റ് ജയിൽ കുമാർ കുറ്റപ്പെടുത്തുന്നത്. ആറ്റുകാൽ മേടമുക്കിലെ BJP ബൂത്ത് ഓഫീസിൽ നിന്ന് കുറച്ചധികം മദ്യം പിടിച്ചെങ്കിലും 6 ലിറ്റർ എന്നാക്കി കേസ് അട്ടിമറിച്ചുവെന്നും ആക്ഷേപം ഉയരുന്നു. നേമം നിയോജക മണ്ഡലത്തിൽ ഈ തെരഞ്ഞെടുപ്പ് അട്ടിമറിക്കുന്നതിന് വേണ്ടി BJPയുടെ നേതൃത്വത്തിൽ വ്യാപകമായി മദ്യവും പണവും ഒഴുക്കുന്ന സാഹചര്യമാണ് നിലവിലുള്ളത്. ഇന്നലെ തന്നെ ആറ്റുകാലിലെ മേടമുക്കിലെ BJPയുടെ ഓഫീസിൽ നിന്നും 336 ലിറ്റർ മദ്യമാണ് എക്സൈസ് സംഘം പിടിച്ചെടുത്തത്. അത് പിന്നീട് മനസ്സിലാക്കുന്നത് അവർ 6 ലിറ്റർ മാത്രമുണ്ട് എന്ന് പറഞ്ഞ് കേസെടുത്തു എന്നാണ്. എക്സൈസിൻ്റെ ജോയിൻറ്റ് കമ്മീഷണർ ഇക്കാര്യം സംസാരിച്ചപ്പോൾ അദ്ദേഹം അത് അംഗീകരിച്ചിട്ടുമുണ്ട്. വ്യാപകമായ രീതിയിൽ പണവും മദ്യവും ഉപയോഗിച്ച് ഈ തെരഞ്ഞെടുപ്പിനെ അട്ടിമറിക്കുന്നതിന് വേണ്ടി BJP സ്ഥാനാർത്ഥിയും BJPയുടെ സംവിധാനവും ഇടപെടുകയാണ്. ഷബീദ് റാവുത്തർ ചേരുന്നു തിരുവനന്തപുരത്ത്. ഷബീദ്, വളരെ ഗുരുതരമായ ഒരു ആരോപണമാണല്ലോ ഉന്നയിച്ചിരിക്കുന്നത്. ഇലക്ഷൻ കമ്മീഷൻ ഇതിൽ ഇടപെടുന്നില്ല എന്ന ആരോപണം കൂടിയുണ്ട്. അതിലെന്തെങ്കിലും വാസ്തവമുണ്ടോ നമ്മുടെ അന്വേഷണത്തിൽ? SK, ഇക്കാര്യത്തിൽ ഇന്നലെ ഈ മദ്യം പിടിച്ചു എന്നുള്ളത് നമ്മളുടെ അന്വേഷണത്തിലും സ്ഥിരീകരിക്കുന്നുണ്ട്. പക്ഷേ അതിൻ്റെ അളവടക്കമുള്ള കാര്യങ്ങൾ തിട്ടപ്പെടുത്തേണ്ടത് സർക്കാർ സംവിധാനങ്ങളാണ്. അക്കാര്യത്തിൽ നമുക്കൊരു വ്യക്തമായ മറുപടി പറയാൻ കഴിയില്ല. പക്ഷേ ശക്തമായ ത്രികോണപ്പോര് നടക്കുന്ന ഒരു പക്ഷേ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ശ്രദ്ധ ആകർഷിക്കുന്ന നിയമമണ്ഡലത്തിൽ ഈ നിശബ്ദ പ്രചരണ ദിവസവും വലിയൊരു വിവാദത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. അതിൽ മണ്ഡലത്തിൽ മദ്യവിതരണം നടക്കുന്നു, അതല്ലെങ്കിൽ BJP നേരിട്ടിടപെട്ടുകൊണ്ട് മണ്ഡലത്തിൽ മദ്യവിതരണം നടത്തുന്നു എന്നുള്ളതാണ് LDFിൻ്റെ ഇക്കാര്യത്തിലെ ആരോപണം. ആറ്റുകാൽ മേടമുക്കിലെ BJP ബൂത്ത് ഓഫീസിൽ നിന്ന് കഴിഞ്ഞ ദിവസം 336 ലിറ്റർ മദ്യം പിടിച്ചുവെന്നും പക്ഷേ 6 ലിറ്റർ മദ്യം എന്നാക്കി കേസ് അട്ടിമറിച്ചെന്നൊക്കെയുള്ളതാണ് LDFിൻ്റെ ആരോപണം. LDFിൻ്റെ നിയമം ചീഫ് ഇലക്ഷൻ ഏജന്റ് ആയിട്ടുള്ള ജയിൽ കുമാറാണ് ഇക്കാര്യത്തിൽ പ്രതികരണവുമായി രംഗത്തെത്തിയിട്ടുള്ളത്. അദ്ദേഹം പറയുന്നത് ഈ വിഷയം തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ശ്രദ്ധയിൽപ്പെടുത്തിയിട്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ഭാഗത്ത് നിന്ന് കാര്യമായിട്ടുള്ള ഇടപെടൽ ഉണ്ടായിട്ടില്ല. മാത്രവുമല്ല, ഇക്കഴിഞ്ഞ ദിവസങ്ങളിൽ മണ്ഡലത്തിലേക്ക് BJP ഇടപെട്ടുകൊണ്ട് പണമൊഴുക്കി എന്നൊക്കെയുള്ള ആരോപണങ്ങൾ കഴിഞ്ഞ ഘട്ടത്തിലും അവർ ഉന്നയിച്ചതാണ്. ആ രീതിയിൽ പണമൊഴുക്കി എന്നുള്ള ആരോപണം ഉന്നയിക്കുന്നുണ്ട്. കൂടാതെ ഇന്ന് രാവിലെ തിരുവല്ലം പരശുരാമ ക്ഷേത്രത്തിൽ ബലിയിട്ട് തിരികെ വന്ന ആളുകളോട് ക്ഷേത്ര പരിസരത്ത് വെച്ച് വർഗീയത പറഞ്ഞ് വോട്ട് തേടാൻ ശ്രമം നടക്കുന്നു എന്നൊക്കെയുള്ള ആരോപണങ്ങൾ അത് LDF ഇപ്പോൾ ഉയർത്തുന്നുണ്ട്. ഏതായാലും വിഷയത്തിൽ വീണ്ടും തെരഞ്ഞെടുപ്പ് കമ്മീഷന് പരാതി നൽകാനാണ് സ്ഥാനാർത്ഥി കൂടിയായ V ശിവൻകുട്ടിയുടെ തീരുമാനം. മാത്രമല്ല, ഇക്കാര്യത്തിൽ LDF അവരുടെ പ്രതിഷേധവും രേഖപ്പെടുത്തുന്നുണ്ട്. SK. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.